രണ്ട് ദിവസമായി നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ആധികാരികനായ മുഖ്യമന്ത്രിയുടെ ശബ്ദം കേൾക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കാനും കഴിയാതെ പോയി. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അദ്ദേഹം വീണ്ടും ലോക്ക്ഡൗണിൻ്റെ മറ്റുള്ള വാർത്താവിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതിൽ ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ വന്ന ഏറ്റവും രസകരമായൊരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, ഇന്നലെ 96,000 ഈ ടെസ്റ്റ് വിക്ടിംസിനെ മാത്രമേ കിട്ടിയുള്ളൂ. 1,61,000 പേരെ ഒരു ദിവസം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വളരെ ബൃഹത്തായ ഒരു ടെസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അത് ശോഷിച്ച് ഒരു ദിവസം 96,000 എത്തിയപ്പോഴും അദ്ദേഹം അതിൽ വലിയ നിഷ്കർഷ പുലർത്തിയിട്ടുണ്ട്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അത് 27-28 തന്നെ നിൽക്കണം. അത് 26,000 പേരെ പരീക്ഷിച്ചാലും ശരി തന്നെ, ഇനിയിപ്പോൾ 1,00,000 പേരെ പരീക്ഷിച്ചാലും ശരി തന്നെ, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അങ്ങനെ തന്നെ നിൽക്കുക. അതായത് ഈ ലോക്ക്ഡൗൺ ഇങ്ങനെ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകളെല്ലാം ഇങ്ങനെ കൈയും കെട്ടി വായും മൂടി വീട്ടിനകത്ത് ആരെയും കാണാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് വളരെ കുറവാകേണ്ടതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ആളുകൾ ഹണ്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ടെസ്റ്റ് പോസിറ്റിവ് റേറ്റ് പഴയ പോലെ തന്നെ വരും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ലോക്ക്ഡൗൺ കൊണ്ട് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി താഴോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി താഴോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലോക്ക്ഡൗൺ? ഈ 3-4 ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി താഴോട്ട് പോകുന്നില്ല. അതിനേക്കാൾ വലിയ കുറേ കൂടി ഈ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെസ്റ്റ് പോസിറ്റിവിറ്റി മാത്രമല്ല, മരിക്കുന്നവരുടെ സംഖ്യയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ 1,68,000 പേരെ പരിശോധിച്ചു. അപ്പോൾ 58-68 പേര് മരിച്ചു ഒരു ദിവസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ 96,000 പേരെ പരിശോധിച്ചു. അപ്പോൾ ഇന്നലെയും ഈ മരണത്തിൽ വർധന ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെയും പുതുതായിട്ട് 72 പേര് മരിച്ചിരിക്കുകയാണ്. 72 പേര് പുതുതായിട്ട് മരിച്ചിരിക്കുകയാണ്. മറ്റായിട്ട് ആഡ് ചെയ്യുകയല്ല. അപ്പോൾ മരണത്തിലും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിലും ഈ പഴയ പോലെ തന്നെ ഒരു നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോക്ക്ഡൗണിന് കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ലോക്ക്ഡൗണിൻ്റെ ഒരു ഗുണവിശേഷം അതാണ്. അതേസമയം മറ്റൊരു അത്ഭുതകരമായ സ്ഥിതിവിശേഷം നടക്കുന്നു. അതായത് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് 1,60,000, 1,50,000, 1,30,000, 1,20,000 അങ്ങനെ പലതരത്തിലുള്ള ഉള്ള ടെസ്റ്റുകൾ ഇങ്ങനെ നടത്തുക. നേരത്തെ ലോക്ക്ഡൗൺ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ലോക്ക്ഡൗൺ ഇല്ലാത്ത കാലത്ത് ആട്ടിത്തെളിച്ചുകൊണ്ട് ഈ ആശുപത്രികളിലോ അവിടെ ഇവിടെയൊക്കെ കൊണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, അവർ ശിറെന്നും പറഞ്ഞ് രോഗമുക്തരായിട്ട് അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ഇല്ലാത്ത കാലത്ത് രോഗലക്ഷണങ്ങൾ ആരോപിക്കപ്പെട്ടവർ പെട്ടെന്ന് രോഗമുക്തരാകുകയും, ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് പഴയ പോലെ നിൽക്കുകയും മരണത്തിൽ വീണ്ടും വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളത് ഭരിക്കുന്നവർ തീരുമാനിക്കട്ടെ. ജനങ്ങൾക്കിതിലെന്ത് കാര്യം എന്നുള്ളതാണ്. ജനങ്ങൾ ശബ്ദിക്കുകയാണെങ്കിൽ അവൻ്റെ നാവ് അറുത്തെടുക്കാൻ ശേഷിയുള്ള ഒരു ഭരണാധികാരിയാണ് നമ്മുടെ എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കുസൃതികളും കുന്നായ്മകളും ഇവിടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ടൊക്കെ ഈ പറയുന്നവരൊക്കെ പിന്നാക്കം പോകുമെന്നും ഒന്നും മിണ്ടാതിരിക്കുമെന്നും, അല്ലെങ്കിൽ അവരെ എല്ലാം തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പുറത്തു വരികയില്ലെന്നൊക്കെ ഈ ആരെങ്കിലുമൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായൊരു കാര്യമല്ല. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അതിന് പിന്നീട് ഇതിനകത്ത് വന്ന ഒരു വളരെ രസകരമായൊരു ഡ്രാമ സച്ചിദാനന്ദൻ്റെതാണ്. സച്ചിദാനന്ദന് എനിക്ക് തോന്നുന്നു ഒരു 10-75 വയസ്സാകും.
10-75 വയസ്സാകുമ്പോഴത്തേക്ക് സച്ചിദാനന്ദൻ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിലാണ്. നമ്മുടെ ആസന്നമായൊരു പരിസരമുണ്ട്. ഈ ആസന്ന പരിസരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വ്യാകുലപ്പെടുത്തുന്നത്. അങ്ങ് മോദിജി ഡൽഹിയിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കെജ്രിവാൾ എന്ത് ചെയ്യുന്നു, ആദിത്യനാഥ് എന്ത് ചെയ്യുന്നു, മമതാ ബാനർജി എന്ത് ചെയ്യുന്നു, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പക്ഷേ നമ്മുടെ മുഖ്യ എതിരാളി അതായത് നമ്മുടെ ഒരു ഇടതുപക്ഷമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനപരമായ പ്രവർത്തനം എന്ന് പറയുന്നത് മോദിജിയെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത മന്ത്രിസഭ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേണ്ടപ്പെട്ട ഒരു തസ്തികയിൽ വേണ്ടപ്പെട്ട ഗുണമുള്ള എന്തെങ്കിലും ആർക്കെങ്കിലും ലഭിച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെ അനുഷ്ഠാനം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം ഈ മോദിജി ആരെ കളിയാക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ അതിന് പെങ്കൊച്ചുങ്ങൾ 1-2 പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ വരുന്ന ഒരു നല്ലതല്ലാത്ത, വളരെ മോശപ്പെട്ട ഒരു എഴുത്തുകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു ക്രൗര്യത്തിൻ്റെതായ ഒരു അംശം അതിനകത്തുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കണാരൻ വന്ന് നിൽക്കുകയാണ്. കണാരന് ഒരു 68 വയസ്സുണ്ട്. കണാരന് ശ്വാസം മുട്ടുണ്ട്. കണാരന് ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ കണാരൻ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കാറുണ്ട്. അപ്പോൾ കണാരൻ പറയുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നു, അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ പോകണം, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ സാധാരണയായിട്ട് കാണുന്ന ഡോക്ടർ കണ്ടോളാം എന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ കൂട്ടത്തോടെയുള്ള ഈ ഇതുണ്ടല്ലോ, ഈ ടെസ്റ്റ്, ആ ടെസ്റ്റിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി നമ്മുടെ സച്ചിദാനന്ദൻ മാഷ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിലൂടെ എങ്ങനെയാണ് രോഗം സ്ഥിരീകരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമോ? കൂട്ടത്തിലുള്ള, അതായത് ഈ പറയുന്ന ഈ കൂട്ടത്തിലൂടെയുള്ള ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇങ്ങനെ കൂട്ടത്തിൽ 1,60,000 പേരെ ഇങ്ങനെ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റിലൂടെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അത് ആൻറ്റിബഡീസ് ടെസ്റ്റാണ് പ്രധാനമായിട്ടും. ആ ആൻറ്റിബഡീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ക്ലിനിക്കലായിട്ട് പ്രയോജനമുള്ളൊരു ടെസ്റ്റല്ല. അത് വെച്ച് ആർക്കും രോഗം സ്ഥിരീകരിക്കാനാവില്ല. അങ്ങനെ ഇരിക്കെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ച് ആളുകളെ രോഗത്തിൻ്റെ തടവറയിലാക്കുന്ന സമ്പ്രദായത്തിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അദ്ദേഹം പറയണം. നമ്മുടെ വീട്ടുമുറ്റത്ത് നടക്കുന്ന ഏറ്റവും വലിയ അന്യായമാണ്. എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നവരെല്ലാം മിക്കവാറും പേരിങ്ങനെ രോഗമില്ലാത്തവരെ രോഗമുക്തരായി വരുമല്ലോ. അങ്ങനെയാണല്ലോ. എന്നുവെച്ചാൽ അവരുടെ രോഗം തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല, എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ല, അതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടായിട്ടുള്ളതല്ല. അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു, എവിടെയെങ്കിലും കാണിക്കുന്നു, ഒരാൾഞ്ഞെരുക്കം ഉണ്ടാക്കുന്നു. ആൾഞ്ഞെരുക്കത്തിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് ലാഭങ്ങളുണ്ടാകുന്നു. ആ ലാഭങ്ങൾ പറഞ്ഞില്ലേ, അത് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ലാഭമായിരിക്കാം, പുതിയ ഓക്സിജൻ ബെഡിൻ്റെ ലാഭമായിരിക്കാം. അങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന ലാഭത്തിൻ്റെ കണക്കുകൂട്ടലുകളാകാം. അപ്പോൾ അതിനുവേണ്ടി മനുഷ്യൻ്റെ ജീവനെ പന്താടുന്ന ഏറ്റവും ജീർണമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം ഈ പറഞ്ഞില്ലേ ഒരു ഇടതുപക്ഷ അനുഷ്ഠാനം നടത്തി മോദിജിയെ കളിയാക്കി അദ്ദേഹത്തിൻ്റെ നില സുരക്ഷിതത്വപ്പെടുത്തുകയാണ്. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു കവിയാണ് സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 10-75 വയസ്സെങ്കിലും ആകും. എന്തായാലും എന്നെക്കാളും സീനിയറാണ്. അപ്പോൾ അദ്ദേഹം ദയവേത് ഇനിയെങ്കിലും ഇത്ര ഏർപ്പാടുകൾ നിർത്തലാക്കണം. അതായത് നമ്മുടെ മനസ്സിനെ വേവിക്കുന്ന, മനസ്സിനെ നോവിക്കുന്ന ഒരുപാട് ദുരന്ത സംഭവങ്ങൾ
സച്ചിദാനന്ദൻ അറിയാം. സച്ചിദാനന്ദൻ വീട്ടുതടങ്കലിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിണറായി വിജയൻ വീട്ടുതടങ്കലിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വീട്ടുതടങ്കലിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളിവിടെ ഉണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ ഒരിക്കലും സച്ചിദാനന്ദൻ ഇത്ര ലാഘവ ബുദ്ധിയോടെ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് മോദിജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലൊരു പുകിലുണ്ടാക്കി ഈ തരത്തിൽ ഒരു ഉച്ചപ്പാടുണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ ഈ ഫേസ്ബുക്ക് പൂട്ടുകയോ ആയിട്ട് കിളക്കുകയോ എന്തൊക്കെ ചെയ്തു. ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എഴുതിയൊന്നും കാണുന്നില്ല, എനിക്കൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് കാണും, എടുത്ത് കാണും. അതൊക്കെ നേരത്തെ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നുമല്ല. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലല്ല. ഒരു സാധാരണ മനുഷ്യനെന്നുള്ള രീതിയിൽ മാനുഷിക നീതിയുടെ പേരിൽ ഭരണകർത്താവിൻ്റെ ഏറ്റവും നെറുകെട്ട പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ആരെങ്കിലും അദ്ദേഹം അറിയണമെന്നില്ല, അദ്ദേഹത്തിന് ഒന്നും ശ്രദ്ധിക്കാൻ അവസരം കിട്ടുകയില്ല. അദ്ദേഹത്തിന് വേറെ ഒരുപാട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ ഈ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില കുസൃതികളൊക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങ് മരിച്ചു പോകും. ശരിയാണ്, ഞാനും നിങ്ങളൊക്കെ നാളെ മരിച്ചു പോകും. സച്ചിദാനന്ദനും ഞാനും ഒക്കെ മരിച്ചു പോകും. ഈ പറയുന്ന പിണറായി വിജയനും മരിച്ചു പോകും. എല്ലാ കാലത്തും എല്ലാവരും ജീവിച്ചിരിക്കില്ല. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ സത്യസന്ധമായി ജീവിച്ചിരിക്കുവാനുള്ള ഒരാർജവം ഉണ്ടാകണം. ആ ആർജവമാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ നീ കയറി കളിച്ചു, അത് ഉടച്ചു തിരിച്ചു മറിച്ചു എന്നൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇതിനപ്പുറത്തുമുള്ള ഉപരോധങ്ങൾ എത്രയോ കാലമായിട്ട് സഹിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്, അതിനെതിരിട്ടുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്, എന്നിട്ട് ശബ്ദിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിനിയും ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ എനിക്കൊരു ചാനലുണ്ട്. ആ ചാനലും കൂടെ നിങ്ങൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഭദ്രമായിരിക്കും. പക്ഷേ ഞാനിത് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്യും, എന്നെങ്കിലും ഞാൻ ചെയ്യും. അത് ചെയ്യാതിരിക്കില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അനീതിയുടെ ആ തീവ്രത, അതിൻ്റെ ആഴം തീർച്ചയായിട്ടും ജനങ്ങൾ അറിയണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത് ഇത്രയും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സച്ചിദാനന്ദനെ ഒരാൾ ഈ 75-ാം വയസ്സിൽ ഇത്തരത്തിൽ ഒരു കോമഡിയിൽ ചെന്ന് ഇടപെടരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു കോമഡിയല്ല. നമ്മളൊരു കോമഡിയിലല്ല ജീവിക്കുന്നത്. എനിക്കറിയാം, ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ ഈ ഡിസ്കഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് നടക്കുന്ന ചർച്ച ഈ ആശുപത്രികളിൽ എത്ര കൂടുതൽ വാങ്ങുന്നു, എത്ര കുറച്ച് വാങ്ങുന്നു, അതിൻ്റെ റേറ്റൊക്കെ നിശ്ചയിക്കുന്നു, ഹൈക്കോടതി ഇടപെടുന്നു, കോവിഡ് രോഗിയുടെ 2700 രൂപ വാങ്ങാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല. ആരായി കോവിഡ് രോഗി? ആരാണ് ഈ കോവിഡ് രോഗി? എത്ര കോവിഡ് രോഗികളിവിടെ ഉണ്ട്? ഏത് കോവിഡ്? നിങ്ങൾക്കൊന്ന് ഡിഫൈൻ ചെയ്യാമോ? അങ്ങനെ ഒരു രോഗി ഇവിടെ ഇല്ല കേരളത്തിൽ. ലോകത്തെവിടെയും ഇല്ല കോവിഡ് എന്ന് പറയുന്നൊരു രോഗി. അതായത് നിങ്ങൾ ഈ പറയുന്ന കൊറോണ വൈറസ് മൂലം രോഗം ബാധിച്ച ഒരു കോവിഡ് രോഗി എന്ന് പറയുന്നത് അത് ഒരു മിത്താണ്. അത് താൽക്കാലികമായ ഒരു ഹലൂസിനേഷൻ മാത്രമാണ്. ജനങ്ങളിൽ പലതരത്തിലൂടെ പടർത്തിയെടുത്ത, അതായത് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസിൽ ഈ കുറേശ്ശെ ഈ പോയിസണസ് ഗ്രെയിൻസ് കലർത്തിയും ഈ തരുന്ന ടെസ്റ്റിൽ കുറേശ്ശെ ഈ വൈറസിൻ്റെ അംശങ്ങൾ കലർത്തിയും ഇതെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ അസുഖങ്ങളുണ്ടാകത്തക്ക രീതിയിൽ ആളുകൾക്ക് അസുഖങ്ങളുണ്ടാക്കി വയ്ക്കുകയും ആ അസുഖങ്ങളൊക്കെ അങ്ങ് പോകും. അതില്ല, അവരെയാണ് കോവിഡ് രോഗികളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഈ കോവിഡിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ
WHO എന്ന് പറയുന്ന ഭീകരൻ ഒരു പ്രസ്താവന നടത്തി. ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, അവയുടെ പ്രയോഗക്ഷമത ഇല്ലാതെ ആയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അപ്പം ഞാൻ തന്നെ അന്തം വിട്ടു. അതെന്താ, എൻ്റെ നാട്ടിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ അസുഖം വരുമ്പോഴും നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതിന് യാതൊരു തകരാറും, അത് നന്നായിട്ട് പോകുന്നുമുണ്ട്. പക്ഷേ എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അതായത് ഇനി ആൻറ്റിബയോട്ടിക്കിൻ്റെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനോടൊപ്പമാണ് കോവിഡ് വരുമ്പോഴത്തേക്ക് കോവിഡിന് ആൻറ്റിബയോട്ടിക് കൊടുക്കാമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു WHO. പാടില്ല, കോവിഡിന് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധപൂർവം പറയുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് മരുന്നാണുള്ളത്? ആദ്യം മുതൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സോഷ്യൽ വാക്സിനേഷൻ അല്ലാതെ നിങ്ങളുടെ കയ്യിൽ യാതൊരു മരുന്നുമില്ല. പിന്നെ നിങ്ങൾ എന്ത് മരുന്നാണ് കൊടുക്കുന്നത്? നിങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുക്കില്ല, പിന്നെ നിങ്ങൾ എന്ത് മരുന്നാണ് കൊടുക്കുന്നത്? ഇത്രയും കാലം ഇതേ മാതൃകയിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന മരുന്നുകൾ എന്താണ്? അത് ആൻറ്റിബയോട്ടിക്കുകളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പോൾ എൻ്റെ തൊണ്ടയിൽ ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തിൻ്റെ അത്യുച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇനി നമുക്ക് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഈ കള്ളം അവസാനിപ്പിക്കണം. അതായത് ആൻറ്റിബയോട്ടിക്കുകൾ സമയാസമയങ്ങളിൽ കൊടുത്ത് ഇൻഫെക്ഷനുള്ള രോഗികളെ, അതായത് നമ്മൾ ഈ മനസ്സിലാക്കുന്ന പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നൊരു ഇൻഫെക്ഷൻ തന്നെയാണ് നമ്മുടെ ലങ്ങിനെ ഏറ്റവും അധികം രൂക്ഷമായി ബാധിക്കുന്നത്, തകർക്കുന്നത്, നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ പൾമണോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പൾമണോളജിസ്റ്റുകൾ പറയുന്നുണ്ട് ഇത് കൊടുക്കാവുന്നതാണ്. അത് ഇവിടെ ഡോക്ടർ ജോൺ ടിയും മറ്റുമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഒരു RT-PCR പോലും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു എക്സ്റേ എടുക്കൂ, ഒരു CT സ്കാൻ എടുക്കൂ, എടുത്ത് നോക്കുമ്പോൾ ഇൻഫെക്ഷൻ നമുക്ക് മനസ്സിലാകും. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ഇൻഫെക്ഷനാണോ, ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ മരുന്ന് കൊടുക്കുക. മരുന്ന് കൊടുത്താൽ ആ രോഗം തീരും. അതിന് പകരം നിങ്ങൾ അതിനൊരു മരുന്നും കൊടുക്കാതെ ആളിനെ നേരെ പിടിച്ച്, ശ്വാസം മുട്ടി വരുന്ന ആളിനെ നേരെ പിടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും ഓക്സിജൻ ബെഡിലോ അത് കഴിഞ്ഞിട്ട് വെന്റിലേറ്ററിലോ കൊണ്ട് കിടത്തി അപകടത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാ ലോകത്തുനിന്ന് സംഭരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളുടെയും പിൻബലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കാണിക്കുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. കാരണം ഇപ്പോൾ ഈ COVID-19 എന്ന പേരിൽ നമ്മൾ വളരെ ആലങ്കാരികമായി പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് ഇൻഫെക്ഷസ്നെസ് ഇല്ല. മനുഷ്യൻ്റെ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാനുള്ള ശേഷി അതിനില്ല. അതുപോലെ തന്നെ RT-PCR ചെയ്തപ്പോഴത്തേക്ക് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ അതിൻ്റെ വൈറൽ ലോഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻഫെക്ഷന് വേണ്ടിയുള്ള ലോഡിനേക്കാളും വളരെ വളരെ താണു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഇൻഫെക്ഷൻ സാധ്യമല്ല. അപ്പോൾ ഒരു ഇൻഫെക്ഷ്യസ്നെസ് ഇല്ലാത്ത ഒരു വൈറസിനെ ഇങ്ങനെ വ്യാപകമായി CDC അവരുടെ ടെസ്റ്റ് കിറ്റിലൂടെ തന്നെ വ്യാപിപ്പിക്കുകയും പിന്നീട് FDA അവരുടെ ടെസ്റ്റ് കിറ്റുകളിലൂടെ തന്നെ വ്യാപിപ്പിക്കുകയും അത് വ്യാപിപ്പിച്ച് അതിൻ്റേതായിട്ടുള്ള അസ്കിതകളിൽ തിരങ്ങൾ കുറേ കാലം ഇങ്ങനെ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മളെ വലുതായിട്ട് ബാധിക്കില്ല. പക്ഷേ അതേസമയം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായി വരുന്ന ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്
വളരെ പ്രധാനമാണ്. ആ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ നേരിടാൻ ആൻറ്റിബയോട്ടിക്സ് തന്നെ വേണമെന്നും ആൻറ്റിബയോട്ടിക്സ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഒരുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആശുപത്രികളെ അടച്ചിടണമെന്നും, ഗവൺമെൻറ് ആശുപത്രികളെ അടച്ചിടണമെന്നും. കോവിഡ് ആശുപത്രികളാണല്ലോ. കോവിഡ് ആശുപത്രിയിൽ നിങ്ങൾ എന്താ ചികിത്സിക്കുന്നത്? എന്താണ്? ഇപ്പോൾ ഡോക്ടർ ടി ജോണും മറ്റ് ജോഗ്ര എന്ന് പറയുന്ന രാജസ്ഥാനിലൊരു ഡോക്ടറുമൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കയ്യിലിതാ ഈ പടം കയ്യിലിരിപ്പുണ്ട്. ഇതൊന്നുകൂടെ വേണമെങ്കിൽ CT സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ചികിത്സ എന്താണ് കൊടുക്കാവുന്നത് അത് കൊടുക്കുന്നു. അപ്പോൾ അത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ കോവിഡ് സെൻറ്റേഴ്സ് എന്നും പറഞ്ഞ് കുറേ സെൻറ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് അനാവശ്യ ചെലവുകളും ധൂർത്തും ജീവിതത്തിൻ്റെ അരാജകത്വവൽക്കരണവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനിയും വിട്ടുമാറിയില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ അടിയന്തരമായി ഈ കോവിഡ് രോഗികൾ എന്ന് പറയുന്നവരെ പരിശോധിച്ച് അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ചികിത്സ നടത്തിയാൽ ഒരുപക്ഷെ പറഞ്ഞില്ലേ, ഒരു അസിത്രോളിൻ്റെ ഒരു 5 ദിവസത്തെ ഒരു കോഴ്സ് കഴിച്ചാൽ നിങ്ങൾക്ക് രോഗം ഭേദമായെന്നിരിക്കും. 5 ദിവസം അസിത്രോൾ 500 5 ദിവസം ഒരു ഗുളിക 5 ദിവസം വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് രോഗം ഭേദമായിരിക്കും. അത് പറയാൻ പ്രധാനപ്പെട്ട കാരണം ഈ രാജസ്ഥാനിലൊരു ഡോക്ടർ അവസാനം പറഞ്ഞു, ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇതുപോലെയുള്ള ഈ രോഗികളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അസിസ്ട്രോളാണ്. ഒരു കോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും മിക്കവാറും പേർക്ക് പോകും, ഈ രോഗം അങ്ങ് പോകും, അല്ലെങ്കിൽ അത് വർദ്ധിക്കും. അപ്പോൾ അത്തരം ആൻറ്റിബയോട്ടിക്കുകളിലൂടെ നിസ്സാരമായിട്ട് ഇല്ലാതാക്കാവുന്നത് വെച്ച് പെരുപ്പിച്ച് അവസാനം കൊണ്ട് വെൻറ്റിലേറ്ററിൽ കൊണ്ട് കിടത്തി, പിന്നെ അവിടുത്തെ ഈ മെക്കാനിക്കൽ ട്യൂബുലേഷൻ അക്വേഡ് ന്യൂമോണിയയും ഹോസ്പിറ്റൽ അക്വേഡ് ന്യൂമോണിയയും എല്ലാം കൂടെ വന്ന് മനുഷ്യനെ വശം കെടുത്തി ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ നെസസിറ്റി. ഇവിടെ DHSന് ഒരു ഡയറക്ടർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുണ്ടായിരുന്ന രാജിവെച്ച് പോയി, രക്ഷപ്പെട്ടു പോയതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അവരിത് പഠിക്കണം. DHSൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആ ലേഡിയാണോ ഇനി ജെൻറ്റിൽമാനാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഇവരുടെ അടുത്ത് പോലീസുകാരുടെ അടുത്തും കളക്ടർമാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ അടിയൽ ലച്ചുപ്പോ എന്ന് പറയുന്നത് ആണ്. പക്ഷേ ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കോവിഡ് കേസസ് പഠിക്കണം. കോവിഡ് കേസസ് പഠിച്ചിട്ട് അതിന് സാധാരണഗതിയിൽ പണ്ട് ചെയ്യുന്നത് പോലെ എക്സ്റേ എടുക്കണം, CT സ്കാൻ എടുത്തിട്ട് എന്താണ് ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ആൻറ്റിബയോട്ടിക് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ തന്നെ കൊടുക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധിക നാൾ ചരിത്രത്തിൽ അവശേഷിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ചരിത്രത്തിൽ അവശേഷിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. അതാരായാലും അത് വളരെ വ്യക്തവും അസന്നിഗ്ധവുമായിട്ടുള്ള ഭാഷയിൽ തന്നെ പറയുകയാണ്. ഇതിനാധാരം ഞങ്ങളിപ്പോൾ വെറുതെ എവിടെ നിന്നെങ്കിലും ഏറിൽ നിന്ന് വന്നുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കുകയല്ല. ഞാൻ ഇതിൻ്റെ പ്രാമാണികമായ ചില രേഖകളാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതായത് ഫ്രാൻസിൽ ബാക്ടീരിയൽ ആൻഡ് വൈറൽ co-infections in patients with severe SARS-CoV-2 pneumonia admitted to a French ICU. ഒരു ഫ്രഞ്ച് ICUവിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഈ ന്യൂമോണിയ, അതായത് SARS-CoV-2 ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുചെന്ന കോവിഡ് ന്യൂമോണിയ എന്ന് പറഞ്ഞ് കൊണ്ടുചെന്ന കേസ് അവർ പരിശോധിച്ചിട്ട്
ഫ്രാൻസിൽ അവരുടെ കണ്ടെത്തലാണ് അവർ പറയുന്നത്. എ ടോട്ടൽ ഓഫ് 26 പേഷ്യൻസ് വെർ കൺസിഡേർഡ് ആസ് co-infected വിത്ത് എ പാത്തോജനിക് ബാക്ടീരിയം. co-infected വെച്ചാൽ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയത്തിനോടുകൂടി വേറെ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൂടി ഉണ്ടാകാം. വിത്ത് എ പാത്തോജനിക് ബാക്ടീരിയം അപ്പോൺ ICU അഡ്മിഷൻ വൈൽ നോ co-infection വിത്ത് എ വൈറസ്. പക്ഷേ അവിടെ ഒരു വൈറസിൻ്റെ co-infection ഇല്ല. ഇത് ഫ്രാൻസ് എന്നുള്ള റിപ്പോർട്ടാണ്. അവർ ഒരു 26 കേസ് പഠിച്ചിട്ട് അവർ പറയുന്നു എന്താണ്, നമ്മൾ പഠിക്കുമ്പോൾ ഈ പാത്തോജനിക് ബാക്ടീരിയം ഉണ്ട്, ആ ബാക്ടീരിയത്തിന് co-infection ഉണ്ട്, പക്ഷേ ആ co-infectionൽ ഒരു വൈറസുമില്ല. വൈറസ് ഇല്ലാത്ത co-infectionാണ് ഇവിടെ നമ്മൾ ഈ SARS-CoV-2 കേസ് പരിഗണിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ഈസ് നോ വെയർ ദെയർ. വൈറസ് അവിടെ ഇല്ല. ഇല്ലാത്ത വൈറസിനെ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ കയറി പോകുന്നത്? 26 കേസ് ഞങ്ങൾ പരിശോധിച്ചു. അവിടെ co-infection ഉണ്ട്. co-infection വെച്ചാൽ ബാക്ടീരിയൽ co-infection ഉണ്ട്. പക്ഷേ അവിടെ വൈൽ നോ co-infection വിത്ത് എ വൈറസ്, വൈറസ് ഉള്ള ഒരു co-infectionായിട്ട് അവിടെ വരുന്നില്ല. എമംഗ് ദി 26 co-infected patients, എ ടോട്ടൽ ഓഫ് 32 were isolated from culture PCR. 32 ബാക്ടീരിയ, ഒരു 26 ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു ടോട്ടൽ 32 ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്തെടുത്തു. പലതരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്, അതാണ് co-infection എന്ന് പറയുന്നത്. 26 കേസിൽ നിന്നും 32 ബാക്ടീരിയ ഐസൊലേറ്റ് ചെയ്തെടുത്തു ഫ്രം കൾച്ചർ ബാർ PCR. PCR എന്നും കൾച്ചർ എന്നും ഞങ്ങൾ എന്താ എടുത്തത്? 32 ബാക്ടീരിയം നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ആൻഡ് ദർ ഇസ് നോ വൈറസ്. ഇത് ഈ വൈശ്രവണൻ കേൾക്കണമെന്നില്ല, വൈശ്രവണൻ്റെ അനുസാരികളും കേൾക്കണമെന്നില്ല. പിന്നെ ഇവിടെ ഈ പറഞ്ഞില്ല, ഈ ചാനലുകളിൽ വൈകുന്നേരം ഇരുന്നുകൊണ്ട് അവിടെ റേറ്റ് വാങ്ങിച്ചത് കൂടിപ്പോയി, ഇവിടുത്തെ റേറ്റ് വാങ്ങിച്ചത് കൂടിപ്പോയി, അതെങ്ങനെ കൂട്ടണമെന്നൊക്കെ ആലോചിക്കുന്നവർ ആദ്യം നോക്കേണ്ടത്, ഒരു രോഗമുണ്ടെങ്കിൽ രോഗത്തിന് കാരണമായിട്ടുള്ള ആ രോഗാണു എന്ത് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. ആ രോഗാണു എന്ത് എന്നുള്ളതിനെപ്പറ്റി ലോകത്ത് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുമ്പോൾ ആ രോഗാണു വൈറസ് അല്ല ബാക്ടീരിയയാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ, അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കാതെ വൈകുന്നേരം വന്ന് ഈ TV-യുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഈ മൃഗതുല്യരായ വാനരന്മാരെ അവരെ എന്ത് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ മനുഷ്യരാണോ? നിങ്ങളുടെ കുട്ടിക്കൊരു അസുഖം വന്നു, നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നു. ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ട് കണ്ടെത്തുന്നു രോഗത്തിന് കാരണമായിട്ടുള്ള അണുബാധ ഇതാണ് എന്ന് കണ്ടെത്തുന്നു. അപ്പോൾ ആ അണുബാധയ്ക്ക് ചികിത്സിക്കണമെന്ന് പറയുമോ, അതിന് പകരം ഹോസ്പിറ്റലിൽ കോവിഡിന് എത്രമാത്രം കാശ് വാങ്ങുന്നുണ്ട്, മറ്റിടത്ത് ഓക്സിജൻ ബെഡിന് എത്ര കാശ് വാങ്ങുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ, നിങ്ങളുടെ രക്തമാണെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യില്ല. നിങ്ങളുടെ കുട്ടിയല്ല, നിങ്ങളുടെ രക്തമല്ല, നിങ്ങളുടെ ആരുമല്ലാത്ത ഒരു ജനതയ്ക്ക് ഇത്തരത്തിൽ അസുഖം വരുമ്പോൾ, ഇപ്പോൾ ഫ്രാൻസിൽ അവർ പറയുന്നു 26 പേരെ ഞങ്ങൾ ആദ്യം പരിശോധിച്ചു, എന്നിട്ട് ടോട്ടൽ ഓഫ്
26 ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ 32 ബാക്ടീരിയ ഉണ്ടായിരുന്നു, അതിലൊന്നുപോലും വൈറസ് അല്ലായിരുന്നു എന്ന് ഫ്രാൻസിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ബാക്ടീരിയൽ ആൻഡ് വൈറൽ co-infections in patients with severe SARS-CoV-2 pneumonia admitted to a French ICU. ഫ്രഞ്ച് ICUവിൽ അഡ്മിറ്റ് ചെയ്ത അവിടെ നിന്നുള്ളൊരു റിപ്പോർട്ടാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇനി അടുത്തത്, ദി ഫസ്റ്റ് സ്റ്റഡി ഫോക്കസിങ് ദി റിസൾട്ട്സ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് microbiological sampling of COVID-19 patients to a French ICU for acute respiratory failure. There is bacterial co-infection but no viral infection. വീണ്ടും പറയാണ്, the first study focusing the result of respiratory tract microbiological sampling of COVID-19 patients. വീണ്ടും റെസ്പിറേറ്ററി ട്രാക്ട് സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും അവർ കാണുന്നു എന്താണ്, ബാക്ടീരിയൽ co-infection ഉണ്ട്, ബട്ട് ദർ ഇസ് നോ വൈറൽ ഇൻഫെക്ഷൻ. ദി സെയിം റിപ്പോർട്ട് ഇൻ ഫ്രഞ്ച് പേഷ്യൻസ് വിത്ത് എ കൺഫേംഡ് സിവിയർ SARS-CoV-2 our results encourage systematic administration from an empiric antibiotic monotherapy with a third generation cephalosporin with a prompt desiccation as soon as possible. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഫ്രാൻസിലെ ഈ രീതിക്രമങ്ങൾ വെച്ചാണെന്നുണ്ടെങ്കിൽ വിത്ത് എ കൺഫേംഡ് സിവിയർ SARS-CoV-2 our results encourage the systematic administration of an empiric ആൻറ്റിബയോട്ടിക് മോണോതെറാപ്പി. ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു മോണോതെറാപ്പിയാണ്. എന്തിൻ്റെയാണ്? ആൻറ്റിബയോട്ടിക് മോണോതെറാപ്പി. ഇതാണ് ഫ്രാൻസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്, ആൻറ്റിബയോട്ടിക് മോണോതെറാപ്പി. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത് AAAS Science Contents, MRC Center for Global Infections and Disease, Imperial College of London, Columbia University, New York, University of California, University of Hong Kong, University of Beijing. അപ്പോൾ അവരെല്ലാവരും കൂടെ നടത്തിയ ഒരു സ്റ്റഡിയുടെ ഒരു റിസൾട്ടാണ്. Of 19 COVID patients, all patients were found positive for bacterial infections. ഈ പറഞ്ഞ ഇത്രയും യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധന്മാർ അവർ ചേർന്നിട്ട് അവരുടെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് നടത്തിയ പഠനത്തിൽ അവർ 19 കോവിഡ് പേഷ്യൻസിനെ പരിശോധിച്ചതിൽ all patients were found positive for bacterial infections. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് പോസിറ്റീവായിട്ട് അത് കണ്ടെത്തി. However, when mortality rate when compared to other non-COVID-19 studies, it seems that mortality in COVID-19 patients increased in COVID-19 patients and may be attributed to bacterial co-infections. അപ്പോൾ സാധാരണ ഉണ്ടാകുന്ന COVID-19 ഇതിൽ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ മോർട്ടാലിറ്റി ഇതിനകത്ത് ഉണ്ടാകുന്നതിന് കാരണം ഇതിൽ ബാക്ടീരിയൽ co-infections ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ബാക്ടീരിയൽ co-infections എന്ന് പറഞ്ഞാൽ വൈറസ് അല്ല, പലതരത്തിലുള്ള ബാക്ടീരിയൽ co-infections ഉണ്ട്. അതുകൊണ്ട് മോർട്ടാലിറ്റി റേറ്റിൽ ഇത് സ്വല്പം കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ ഈ പറയുന്ന COVID-19 അവർ നോക്കിയ COVID-19 സ്വല്പം കൂടാനുള്ള കാരണം അതാണ്. Mortality in COVID-19 patients with no underlying diseases may be due to
ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, മോർട്ടാലിറ്റി ഇൻ കോവിഡ്-19 പേഷ്യൻസ്. കോവിഡ്-19 പേഷ്യൻസിന് മോർട്ടാലിറ്റി ഉണ്ടാകുന്നതിന് കാരണം വിത്ത് നോ അണ്ടർലൈയിങ് ഡിസീസസ് ഇല്ലാത്തിടത്തോളം കാലം മേ ബി ഡ്യൂ ടു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും അവർക്ക് ഈ തരത്തിൽ മോർട്ടാലിറ്റി ഉണ്ടാകുന്നത് എന്നും ഈ ഒരു സ്റ്റഡി AAS സയൻസ് എന്ന് പറയുന്ന ഈ MRC സെൻറ്റർ ഫോർ ഗ്ലോബൽ ഇൻഫെക്ഷൻസ് ഡിസീസ്, ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ അവർ തുടങ്ങിയ ആ പഠനത്തിലാണ് അവർ പറയുന്നത്. ഇതിലൊക്കെ ഒരു അണ്ടർലൈൻ കാസസ് ഇല്ലാത്ത ആണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് യു ലെറ്റ് ട്രേസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, അല്ലാതെ നിങ്ങൾക്ക് ഈ രോഗം ഇല്ലാതാക്കാൻ കഴിയില്ല. ഇവിടെ ഇത് പറഞ്ഞില്ലേ, ഈ അവിടെ ഈ ഇതിൻ്റെ ഈ FADയിൽ CDCയിലും അവർ ഈ മറ്റേ ഇതിൻ്റെ ഈ കൊറോണ വൈറസിൻ്റെ ഇതും കൂടെ കടത്തിവിട്ട് എല്ലായിടത്തും കൂടെ തേക്കുമ്പോഴത്തേക്ക് അത് എടുക്കുന്നവരും അത് കുത്തിവെക്കുന്നവരൊക്കെ കുറച്ച് ദിവസം പനിയായിട്ട് കിടക്കുന്ന അതല്ല യഥാർത്ഥ, അതങ്ങ് പോകും. പക്ഷേ കുറേ കഴിയുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൻ്റെ ഈ കോവിഡ്-19 എന്ന് നിങ്ങളിപ്പോൾ വിളിക്കുന്ന ഈ രോഗത്തിന് അടിസ്ഥാന കാരണം ബാക്ടീരിയയാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് ആദ്യമേ പറഞ്ഞത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ഇനി വേണ്ട. അതുകൊണ്ടാണ് ഈ കോവിഡ്-19 എന്താണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ പാടില്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന മോഹനസുന്ദരന്മാരും ഈ വൈകുന്നേരം ഈ പറഞ്ഞില്ല മൂക്കും മുഞ്ഞിയൊക്കെ വരിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നിരുന്ന് ഓരോന്ന് പറയുന്നവരുണ്ടല്ലോ, ഇതിന് മറുപടി പറയണം. ഈസ് ഇറ്റ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ? നിങ്ങൾ ഈ കോവിഡ്-19 എന്ന് പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഒരേപോലെ വിളിച്ചു പറയുകയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ആൻഡ് ദർ യു ഡോണ്ട് ഹാവ് എനി റിമൈൻസ് ഓഫ് എനി വൈറസ്. അവിടെ ഒരു വൈറസിൻ്റെ പൊടി പോലും നമ്മൾ കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഈ വൈറൽ മഹാമാരിയെ കൊറോണ മഹാമാരിയെ നേരിടാൻ ഒരു മഹാമേരു അങ്ങനെ അവിടെ ഇന്ത്യൻ വടക്കൻ അതിർത്തിയിൽ ഒരു മഹാമേരു അങ്ങനെ ഇരിക്കുകയാണ് കൊറോണ മഹാമാരിയെ നേരിടാനായിട്ട്. ആ മഹാമേരു നേരിടുന്നതിന് മുമ്പ് ഈ കൊറോണ മഹാമാരി എന്ന് പറയുന്നത് പറഞ്ഞില്ല, അത് ഒരു വെറും പൂജ്യമാണ്, ഒരു വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കുക. അതിന് അടിസ്ഥാനമായിട്ടുള്ളത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണെന്നും അതിന് ബാക്ടീരിയൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശുപത്രികളിൽ വളരെ ലളിതമായിട്ട് ചെറിയ ചിലവിൽ ഈ രോഗികളെയൊക്കെ ചികിത്സിച്ച് അവരുടെ വീടുകളിലെത്തിക്കാൻ കഴിയുമെന്നും അതിനു വേണ്ടിയുള്ള പൾമണോളജിസ്റ്റുകൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് എല്ലാ ആശുപത്രികളിലും ഉണ്ട്. അവരെ സ്വതന്ത്രമായൊന്ന് പ്രവർത്തിക്കാൻ വിടുക. അതിന് പകരം നിങ്ങൾ വരച്ചിട്ട, അതായത് ഇതിൻ്റെ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രാഥമികമായ മര്യാദകളും തത്വങ്ങളും പോലും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ എവിടെ നിന്നെങ്കിലും വലിച്ചെടുത്തു കൊണ്ടുവരുന്ന കുറേ അവിവേകത്തിൻ്റേതായിട്ടുള്ള നൂലാമാലകൾ, അതിൻ്റെ പിന്നാലെ ഈ ഓടിത്തളർന്നവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. അവരുടെ കഷ്ടതകൾ, അവരുടെ യാതനകൾ 1.25 വർഷക്കാലമായിട്ട് അവരുടെ
കണ്ഠനാളത്തിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിശബ്ദമായിട്ടുള്ള രോദനങ്ങൾ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ എന്ന് ചോദിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, കാരണം അറിവുള്ളവർ പറയുന്നു, കാരണം ഇതാണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഇപ്പോൾ രാജസ്ഥാനിലെ ഡോഗ്ര എന്ന് പറയുന്ന ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ അസിത്രോൾ കൊടുക്കുന്നു, ഞാനും എൻ്റെ ഒരു കോവർക്കറുണ്ട്, ഞങ്ങൾ സാധാരണ ഈ രോഗം വരുമ്പോഴത്തേക്ക് അസിത്രോൾ കൊടുക്കും, അതില്ലാതായിത്തീരും, അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല, നിങ്ങളിത് പരിശോധിക്കുക. അപ്പോൾ ഡോക്ടർ ജോൺ ജേക്കബും പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാദം വളരെ കൃത്യമാണ്. അതായത് RT-PCR ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്കറിയാം, ഈ ഒരു എക്സ്റേ എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്താണ് ഈ ലങ്സിൻ്റെ ഇൻഫെക്ഷൻ എന്താണെന്ന് എനിക്കറിയാം. പിന്നെ അതുമല്ല, ഒരു CT സ്കാൻ എടുക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ വ്യക്തമായിട്ടറിയാം ഏത് ടൈപ്പിലുള്ള ഇതാണ് ഇൻഫെക്ഷൻ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് ഏതെല്ലാം തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം എന്നൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ചുമ്മാ ഈ RT-PCR എന്നും പറഞ്ഞ് വേറെ ഓടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്ലിനിക്കലായിട്ടുള്ള മാർഗ്ഗങ്ങളിവിടെ ഉണ്ട്. അതാണ് ഡോക്ടർ ശശിധരൻ പറഞ്ഞത്. ഇതിനൊക്കെ ഇവിടെ ക്ലിനിക്കൽ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ ഈ കയ്യിലും കാലിലുമൊക്കെ ഈ എണ്ണയും തേച്ച് തലവഴിയെ മുണ്ടുമൊക്കെ ഇട്ട് നടക്കുന്നതാണ് ഇതിൻ്റെ മാർഗ്ഗം എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം, ഇതൊന്നും പണ്ടൊക്കെ ഇതൊക്കെ ചികിത്സിക്കുമ്പോഴത്തേക്ക് ആരും ഈ തലവഴിയെ മുണ്ടും ഇട്ട് എണ്ണയും തേച്ചൊന്നും നടക്കാറില്ല. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസ് പകരുന്ന പോലെ പകരുന്ന ഒരു ഇൻഫെക്ഷനൊന്നുമല്ലത്. വൈറസ് പകർന്ന് ഇവിടെ ആർക്കും ഒരു രോഗം വന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഈ അതിക്രമങ്ങൾക്ക് മറ്റുള്ളവർ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ചരിത്രത്തോട് നിങ്ങൾ കാട്ടുന്ന ഏറ്റവും വലിയ അവഹേളനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ ഇരിക്കുന്ന മഹാമേരു, വടക്ക് ഇരിക്കുന്ന മഹാമേരു എങ്ങനെ ഉണ്ട് എൻ്റെ ലോക്ക്ഡൗൺ വന്നപ്പോഴേക്ക് ആളുകളെല്ലാം രോഗമുക്തരായി വീട്ടിൽ പോകുന്നുണ്ടോ, പോസിറ്റിവിറ്റി റേറ്റ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനോട് എനിക്ക് സഹതാപമുണ്ട്. കാരണം എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് മനുഷ്യൻ്റെ ജീവൻ്റെ പ്രശ്നമാണ്, ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്, അല്ലാതെ വേറെ കൊണ്ടല്ല, ആരെയും അവമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും BMC ഇൻഫെക്ഷ്യസ് ഡിസീസസ്, യസ്ബാൻ ഷെറിഫിപൂർ. Of 19 COVID patients, all patients were found positive for bacterial infections. BMC infectious diseases, യസ്ബാൻ ഷെറിഫിപൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ ഇൻവെസ്റ്റിഗേഷനാണ്. Of 19 COVID patients, all patients were found positive for bacterial infection. അതാണ് നേരത്തെ ഞാൻ വായിച്ചത്. അടുത്തത് വീണ്ടും ന്യൂ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സിൻ്റെ അടുത്ത റിപ്പോർട്ടാണ്. ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷൻ എമംഗ് പേഴ്സൺസ് വിത്ത് കൊറോണ വൈറസ് ഡിസീസ് ഡേറ്റ് ഫ്രം ഡാറ്റ ഫ്രം പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ്. അപ്പോൾ ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ഇവിടെ ഈ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശവശരീരത്തിൽ ഒരു മുള്ളു കൊണ്ടുപോയി കുത്തി നോക്കിയിട്ട് അത് കൊറോണ ആണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷൻ
among persons with coronavirus disease. Data from postmortem studies. പോസ്റ്റ്മോർട്ടം സ്റ്റഡീസിൽ നിന്ന് ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷനെ കുറിച്ചുള്ള സ്റ്റഡീസ്. അതായത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ആ ശരീരത്തിൽ നിന്ന് നോക്കുമ്പോൾ സൂപ്പർ ഇൻഫെക്ഷൻ ഓഫ് ബാക്ടീരിയ, യു ക്യാൻ സീ സൂപ്പർ ഇൻഫെക്ഷൻ ഓഫ് ബാക്ടീരിയ. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അവർ അല്ല ഇത് കോവിഡാണ് അല്ലെങ്കിൽ നിങ്ങൾ കോവിഡ് പിടിച്ച് മരിച്ചതെന്ന് പറയല്ല. ബാക്ടീരിയ സൂപ്പർ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. സൂപ്പർ ബാക്ടീരിയൽ സൂപ്പർ ഇൻഫെക്ഷൻ എമംഗ് പേഴ്സൺസ് വിത്ത് കൊറോണ വൈറസ് ഡിസീസ്. ഡാറ്റ ഫ്രം പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ്. അത് ന്യൂ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് എന്ന് വരുന്നതാണ്. പൊട്ടൻഷ്യൽ ബാക്ടീരിയൽ lung superinfections were evident at postmortem examination in 32% of persons who died, but they were uncommonly the cause of death. അപ്പോൾ പൊട്ടൻഷ്യൽ ബാക്ടീരിയൽ lung superinfections were evident at postmortem examination. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷനിൽ പൊട്ടൻഷ്യലായിട്ടുള്ള ബാക്ടീരിയൽ ലങ് സൂപ്പർ ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു. 32% of persons who died, but they were uncommonly the cause of death. പക്ഷേ അതാണ് അവരുടെ അസാധാരണമായിട്ടുള്ള മരണത്തിന് കാരണമെന്ന് പറയാൻ പറ്റില്ല. ന്യൂമോണിയ, അബ്സസസ്, എംഫിമിയ ആൻഡ് സെപ്റ്റിക് എംബോളി caused by bacterial infections. Pneumonia, bacteria containing blood clots. അതായത് പലതരത്തിലുള്ള, അതായത് ഈ സൂപ്പർ ഇൻഫെക്ഷൻസിൻ്റെ അല്ലാതെയുള്ള ബാക്ടീരിയയുടെ പലതരത്തിലുള്ള വെർഷൻസും ഈ ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്നു. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ ബോഡി നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ബാക്ടീരിയയുടെ സാർവത്രികമായ ഒരാക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഓക്സ്ഫോർഡിൽ നിന്ന് അവർ പറയുന്നത്. പിന്നെ ട്രിബ്യൂണിൻ്റെ ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. കോ എക്സിസ്റ്റൻസ് വിത്ത് ബാക്ടീരിയൽ പാത്തോജൻ എ മേജർ കോസ് ഓഫ് ഫാറ്റാലിറ്റീസ്. അതായത് ബാക്ടീരിയൽ പാത്തോജനും ആയിട്ടുള്ളൊരു കോ എക്സിസ്റ്റൻസ് ആണ് ഒരു മേജർ കോസ് ഓഫ് ഫാറ്റാലിറ്റീസ്. മരണത്തിന് ഫാറ്റാലിറ്റീസ് എന്ന് വെച്ചാൽ മരണത്തിന് കാരണമായിട്ടുള്ളത് ബാക്ടീരിയൽ പാത്തോജനാണ്. ബാക്ടീരിയൽ പാത്തോജൻ, കോ എക്സിസ്റ്റൻസ് വിത്ത് ബാക്ടീരിയൽ പാത്തോജൻ. അതിന് അവർ പറയുന്നത് ക്ലാംഡിയ ന്യൂമോണിയ അറൗണ്ട് 10% in general patient is dormant stage. So when it coexists with a bacterial pathogen, CPN, otherwise highly infectious, simple flu-like illness becomes life-threatening. അപ്പോൾ ഒരു സിമ്പിൾ ഫ്ലൂ-ലൈക്ക് ഒരു ഇൽനെസ് നിങ്ങൾക്ക് വരും, പക്ഷേ അത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് വരും. എപ്പോഴാണത്? അതിനകത്ത് ഒരു ബാക്ടീരിയൽ പാത്തോജൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാകുമ്പോഴേക്ക്. അതാണ് അവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. പ്രസൻറ്റ് ഇൻ സെവറൽ ഹാർട്ട് പേഷ്യൻസിന് ഇങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അവിടെയും ഈ ബാക്ടീരിയയുടെ ഒരു പ്രസൻസാണ് അവർ അസെപ്റ്റ് ചെയ്യുന്നത്. എ വൈഡ്ലി യൂസ്ഡ് ആൻറ്റിബാക്ടീരിയൽ ഡ്രഗ് azithromycin for COVID-19 is giving positive results. Doctors assuming it is controlling the virus. Dogra used for long azithromycin for his patients even before onset of COVID. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നേരത്തെ തന്നെ അസിത്രോമൈസിൻ കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വന്ന
മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്രയും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തത് സ്ട്രെപ്റ്റോകോക്കസ് pneumonia has been historically the most common culprit pathogen causing community-acquired pneumonia worldwide. കമ്മ്യൂണിറ്റി ന്യൂമോണിയ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിയിൽ പൊതുവെ പടരുന്ന ന്യൂമോണിയയ്ക്ക് കാരണമായിട്ട് വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. has been historically the most common culprit pathogen causing community-acquired pneumonia worldwide. കമ്മ്യൂണിറ്റി അക്വയർഡ് ആയിട്ടുള്ള ന്യൂമോണിയ അത് വേൾഡ് വൈഡായിട്ട് ഇങ്ങനെ ഒരു വലിയ നാശത്തിന് കാരണമായി തീരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു എന്താണ് ബാക്ടീരിയ ആണ്. ആൾദോ pneumococcal pneumonia can present in all populations from childhood to adulthood. It is more common in patients older than 65 years of age, those who smoke, COPD, alcohol, those who are asthmatic. Streptococcus pneumonia is a polysaccharide antigen in urine, has high sensitivity and specificity in diagnosing pneumococcal pneumonia and can be used for effective screening in all patients. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്നത് അത് കുറേ മറഞ്ഞു കിടക്കുന്നതാണ്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. All these patients tested for SARS-CoV-2 by nasal swab PCR testing. Their streptococcal immunization was unknown and no other organism were recovered. Streptococcal infection was detected through polysaccharide antigen testing, culture, sputum and blood culture സ്പൂട്ടം കൾച്ചറിലും കൂടെ ഇതിനെ ഈ സ്ട്രെപ്റ്റോകോക്കൈ ഇത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ പറയുന്ന കോവിഡിന് കാരണമായിട്ടുള്ള സകല തരത്തിലുള്ള ബാക്ടീരിയയെ പറ്റിയും ഗവേഷണം നടത്തിയിട്ട് അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ അവയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി നല്ല ധാരണകളുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാർ ഈ ലോകത്തെമ്പാടുമുണ്ട്. കേരളത്തിൽ തന്നെ ഒരു 3-4 ടീംസ് കേരളത്തിൽ പറഞ്ഞില്ലേ, ഇവിടെ CMC വെല്ലുവിലെ നമ്മുടെ 2 ഡോക്ടർമാരുണ്ട്. നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അവർ വന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ പലയിടത്തുമുണ്ട്, രാജസ്ഥാനിലുണ്ട്, ആസാമിലുണ്ട്, പലയിടത്തുമുണ്ട്. പക്ഷേ അവർക്കൊന്നും വാതുറക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ശബ്ദം നമ്മുടെ ഈ TV-യിൽ നിങ്ങൾ കേൾക്കില്ല. അവരൊന്നും പറയുന്നത്, അവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ എവിടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിച്ചുകൊണ്ട് വന്നേ പറയൂ. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്കിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ തരത്തിൽ ഈ എന്തെങ്കിലും അസുഖങ്ങളോ ശ്വാസം മുട്ട് വരുന്നുള്ള കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഇപ്പോൾ BMGയുടെ ഒരു കുറിപ്പ് കൂടെ ഇതിനകത്തുണ്ടായിരുന്നു, BMG പബ്ലിക് മീഡിയയുടെ. അതിൽ അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫേസ് മാസ്ക് മേക്ക് ബ്രീത്തിങ് മോർ ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ വിത്ത് COPD. ഫേസ് മാസ്ക്സ് ആർ ഇൻടോളറബിൾ ആസ് ദേ വർസൺ ദെയർ ബ്രെത്ത്ലെസ്നെസ്. Moreover, a fraction of carbon dioxide previously exhaled is inhaled at each respiratory cycle. These two phenomena increase breathing frequency and deepness, and they increase inhaled and exhaled air. The enhanced breathing pushes the viral load to the lungs.
അപ്പോൾ ഈ പറയുന്നത് ഇതിൻ്റെ ഈ മൂക്കും മുഞ്ഞുമൊക്കെ അടച്ചു കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗമുണ്ടായി. സാധാരണ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രോഗങ്ങളുണ്ടായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളൊരു COPD ആയിരിക്കും, നിങ്ങൾക്ക് ആസ്മ ഉണ്ടായിരിക്കും. നിങ്ങളതിന് ഡോക്ടറെ പോയി കണ്ടാൽ മതി. ഡോക്ടറെ പോയി കണ്ട ഡോക്ടർ അതിൻ്റെ ചികിത്സ പറഞ്ഞു തരും. നിങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം ഡോക്ടർ ഉണ്ടാകും. അതിന് പകരം നിങ്ങൾ പോയി കോവിഡിൻ്റെ ഡോക്ടറെ കണ്ടിട്ട് അയാൾ പറയുന്നതെല്ലാം കേട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒരാഴ്ച ഈ റൂമൊക്കെ അടച്ച് പൂട്ടി ആരെയും തൊടാതെ ആരെയും കാണാതെ കണ്ണുമടച്ച് കിടന്ന് അവിടെ വെച്ച് തന്നെ നിങ്ങൾ മാനസികമായിട്ട് തകരും. അങ്ങനെ മനുഷ്യനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരിക്കുകയാണ്. ഇത് എന്തുമാത്രം ജനദ്രോഹകരമാണ് എന്നുള്ളത്. ഇപ്പോൾ ഞാനിന്നത് വളരെ ഒരു സബ്മിസീവായിട്ടുള്ളൊരു ടോമിൽ പറയുന്നതിന് കാരണം വേറൊന്നും കൊണ്ടല്ല. എനിക്ക് ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ ശേഷം എനിക്ക് എൻ്റെ ചങ്ങലകൾ പൊട്ടിക്കേണ്ടി വരും. ഞാൻ പൊട്ടിത്തെറിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ മകളുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ മകൻ്റെ, അവരുടെ വല്ലാത്തൊരു ബന്ധനത്തിലാണ് ഞാൻ. അവർക്കറിയാം ഞാൻ ആ കെട്ട് പൊട്ടിച്ചു പോകും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ വളരെ ജാഗരൂകരായിരിക്കുന്നുണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ പോലീസുകാരൻ്റെ അടുത്തൊന്നും പോകുന്നത് എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിൻ്റെയൊക്കെ അന്ത്യമായിരിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വളരെ ശാന്തമായ ഭാഷയിൽ പറയുകയാണ്. പറഞ്ഞതൊക്കെയും കാര്യങ്ങളാണ്. കാര്യങ്ങളായി മനസ്സിലാക്കി ജനങ്ങൾക്ക് റിലീഫ് കൊടുക്കുന്നതിന് പകരം ആളുകളെ ഇന്നലെയും 96,000 പേരെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി 27% പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു ഋഷ്യശൃംഗൻ. ഇതൊക്കെ മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. ഇതിനാളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ സംവേദനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഉപരോധിച്ച് നാക്കറുത്ത് മാറ്റി ഇങ്ങനെ ഒരാളിവിടെ ഇല്ല എന്നുള്ള മട്ടിൽ ഞാനൊരു ശൂന്യതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതിനകം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിച്ചു എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരത്തിന് തീ പിടിപ്പിക്കുന്ന ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. അത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവുണ്ടാകില്ല. അത് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയാനുള്ളത്, ഇവിടുത്തെ ചാനൽ വീരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ വ്യക്തമായിട്ടും പറയണം. ഇവിടെ വരുന്ന COVID-19 എന്ന് പറയുന്നത് അത് ഒരു വൈറൽ ഇൻഫെക്ഷനാണോ അതോ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണോ, അതിൻ്റെ വൈറൽ ഒരു റോൾ എന്താണ്, വൈറസിൻ്റെ റോൾ എന്താണ്, വൈറസ് ഈ ഇൻഫെക്ഷൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചെന്ന് മുട്ടാറുണ്ടോ, എന്തെങ്കിലും തെളിവ്. ഞാൻ ഈ പറഞ്ഞില്ലേ തിരയാവുന്നതെല്ലാം തിരഞ്ഞു നോക്കി, അവിടെ എങ്ങും കിട്ടുന്നത്. ഞാൻ അതിനു വേണ്ടിയാണ് തിരഞ്ഞത്. അതായത് ഇതിൻ്റെ ഈ വൈറസിൻ്റെ വൈറൽ ലോഡ് ഇത്ര ഉണ്ട്, ആ വൈറൽ ലോഡ് ഇങ്ങോട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു അന്വേഷണം ഞാൻ നടത്തുകയായിരുന്നു. കഴിയുന്നത്ര അന്വേഷിക്കുകയായിരുന്നു. ഒരു സ്ഥലത്തുനിന്നും ഞാൻ ഈ ഇൻ്റർനെറ്റ് മുഴുവൻ പരതി നോക്കി, എവിടെയും പറയുന്നില്ല. ഒരു ആൻ്റണി ഫോസിയും പറയുന്നില്ല. ആൻ്റണി ഫോസി പറയുന്നതും മറ്റുള്ളവന് പറയുന്നതും
FAD പറയുന്നതും CDC പറയുന്നതും പച്ചവെള്ളവും കുടിച്ച് മലർന്നു കിടക്കുക, എന്നിട്ട് മരുന്നൊന്നും കഴിക്കണ്ട, മരുന്നേ വേണ്ട, വേണമെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് റെംഡെസിവിറോ ഹൈഡ്രോക്ലോറോക്വിനോ അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും മാരകമായിട്ടുള്ള മരുന്ന് തന്ന് നിങ്ങളെ അബദ്ധത്തിലാക്കിയിട്ട് നിങ്ങളെ ഒരു വെന്റിലേറ്ററിൽ കൊണ്ടുപോയി നിങ്ങളെ ഒരു ശവഘോഷയാത്രയ്ക്ക് സജ്ജരാക്കി എടുക്കാമെന്ന് പറയുന്നവരാണുള്ളത്. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളിതിന് മറുപടി തരാൻ ബാധ്യസ്ഥരാണ്. ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതായത്, ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ? ബാക്ടീരിയൽ പാത്തജൻസിൻ്റെ കൂടെ ഉണ്ടോ? അതിനെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഇന്ത്യയിലുണ്ടോ? COVID-19 എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ബാക്ടീരിയൽ. ആൻഡ് സോ an antibiotic treatment is essential. അത് നടത്തുന്നതിന് പകരം നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയും ഇന്നിപ്പോൾ എത്ര പേരെ രോഗമുക്തരാക്കി, നാളെ കുറേ പേരെ കൂടെ രോഗമുക്തരാക്കും, പിന്നെ അടുത്തൊരു മൂന്നാം വേവ് വരും. മൂന്നാമത്തെ ഒരു വേവിച്ചുകൊണ്ട് വരുമ്പോൾ കുറേ പേരെ കൂടെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടിടും. അതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. ഒരു വേവും ഇവിടെ വരാനില്ല. ഒരു വേവും അങ്ങനെ ഇവിടെ ഓടിക്കൊണ്ട് വരുന്നതുമില്ല. ഒരു കമ്മ്യൂണിറ്റി ബേസിലുള്ള യാതൊരു സംഭവം ഇവിടെ നടന്നിട്ടുമില്ല. കേരളത്തിൽ നടന്നിട്ടില്ല, എവിടെയും നടന്നിട്ടില്ല. ആരെയും ഇവിടെ കൂട്ടായിട്ട് വന്ന് ആരെയും കൊന്നിട്ടില്ല. കൊന്നിട്ടുള്ളത് നിങ്ങളായിട്ട് കൊന്നതാണ്. നിങ്ങളായിട്ട് കൊന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ട്രീറ്റ്മെൻറ്റ്, അതായത് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ വളരെ മർഡറസ് ആയിട്ടുള്ള, രക്തപങ്കിലമായിട്ടുള്ള ചില ശസ്ത്രവിധികൾ കൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ നടത്താത്ത പാതകങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് തുടർന്നു പോകാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര കാലം ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എല്ലാ കാലവും ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. ഒരു നിമിഷം ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനാകാൻ കഴിയുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ ഇതിനോട് പ്രതികാരം ചോദിക്കാതെ ഞാൻ ഈ ഭൂമി വിട്ടു പോവുകയില്ല എന്നുറപ്പ് പറയും.